ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂരിലേക്കാണ്. നമ്മുടെ ആള് സിർലാഗ് കലക്കൽ തുടങ്ങിയിട്ടുണ്ട്. ജോനു ഇവിടെ അവൻ്റെ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ ജോനു? ഇവിടെ ഇതാണ് ഇവിടുത്തെ തുറക്കാനുള്ളത്, നമ്മുടെ ഫുഡൊക്കെ വെക്കാനുള്ള സ്പേസ്. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇടിയപ്പം, ഉഴുന്നുവട ചട്നി, ഒരു വാനില മഫിൻ അല്ലേ? അതെ, നമ്മൾ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. തൃശ്ശൂരിലേക്ക് നമ്മൾ പോകുന്നതും വന്ദേ ഭാരതിലാണ്. ഒന്നുമില്ല, വീഡിയോയാ. എന്തായാലും വന്ദേ ഭാരത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള യാത്ര എന്തായാലും നമ്മൾ വന്ദേ ഭാരതിൽ തന്നെ പോകും കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിനേക്കാട്ടിലും അടിപൊളിയാണ് വന്ദേ ഭാരതിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. കൊടുത്തിട്ടുണ്ട് നമ്പർ 20, 25, വിൻഡോ 26. സുരേഷ് ഗോപി. അതെ, തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസമാണ്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസമാണ് ഞങ്ങൾ തൃശ്ശൂർ എത്തിയത്. അങ്ങനെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കയ്യിലായി അല്ലേ? അതെന്തായാലും അങ്ങനെ നടക്കട്ടെ. ഇനി നമ്മുടെ യാത്ര നമുക്ക് നോക്കാം ഇനി എങ്ങോട്ടാണെന്ന്. നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ തൃശ്ശൂരിലെത്തിയിരിക്കുന്നു, പൂരങ്ങളുടെ നാട്. തൃശ്ശൂരിലെത്തിയപ്പോൾ എങ്ങനെയുണ്ട്? ഒരു എനർജി ആയില്ലേ എല്ലാവർക്കും? ആണ് പോകുന്നത്. സാലി ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോകുന്നത്. ഞങ്ങളിത് പോകുന്നത് മെയ് അവസാനമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നല്ല മഴ സീസൺ ആയിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് ഞങ്ങൾ ചെന്ന സമയത്തൊന്നും മഴ അധികം പെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ കണ്ണൂർ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പതിയെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വട്ടായി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല, വലിയ ഫേമസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവർക്കും വാട്ടർഫോൾസ് ഇഷ്ടമാണല്ലോ, അപ്പോൾ അത് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കാണാൻ പോകും അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ചെറിയൊരു വാട്ടർഫോളാണ്, അവിടെയുണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലുള്ള വാട്ടർഫോളാണ് കാണാൻ പോകുന്നത്. നല്ല രസമല്ല. അപ്പം കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കളിക്കാനും കുളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴെയും ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെയാണ് പോയത് കേട്ടോ. അപ്പം ഇതാണ് സാലിയാൻ്റെയും സാലിയാൻ്റിയുടെ ഹസ്ബൻഡും ആണ് ഇരിക്കുന്നത് കേട്ടോ. മമ്മി ഇറങ്ങി പോകുന്നുണ്ട്, അടുത്ത ആൾ ഇറങ്ങുന്നുണ്ട്. വെള്ളച്ചാട്ടം ഇത് വെള്ളച്ചാട്ടത്തിന് പേരെന്തുവാ? വട്ടായി, ജിബിക്ക് വട്ടായി. വാ, വട്ടായി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ജോനു 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 ഇവിടെ നോക്കും. വട്ടായി നമ്മൾ കയറിയിരിക്കുന്നു. മൂന്ന് രേഖത്തോട്ട് ഒരു വീഴല്ലേ, തെന്നല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ വെള്ളത്തിന്? ഇതാണ് സേവ് ദ ഡേറ്റ്. 2 കപ്പിൾസ് നിൽപ്പുണ്ട്. എല്ലാവരും വരണം കല്യാണത്തിന്. ജോനു വാട്ടർഫോൾ, ജോനു വാട്ടർഫോൾ. പേടിയായിട്ട്
കാണാറുണ്ടല്ലേ യൂട്യൂബ്? അങ്ങനെ നമ്മുടെ വാട്ടർഫോൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് പൂമല ഡാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നല്ല താമരക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. താമരക്കുളം അല്ല, താമര ഒക്കെ അവിടെ വളർന്ന് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ വീണ് കിടക്കുന്നതും. അതുപോലെ ആ പച്ചപ്പും മരങ്ങളും എല്ലാം കൂടി വന്നപ്പോൾ നല്ല സീനറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഒരു ചെയറൊക്കെ ഉണ്ട്. അപ്പം നമുക്കവിടെ വന്ന് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോയത് കേട്ടോ. ഇവിടെ ചായക്കടയിലോട്ട് വന്നു, ഒരു തൃശ്ശൂർ ചായക്കട. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഇവിടെ എല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാപ്പി രണ്ട് നാടൻ കാപ്പി എടുത്തോ. അങ്ങനെ ഗായ്സ് നമ്മൾ മിനി ഊട്ടിയിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ചെപ്പാറ എന്ന് പറയുന്ന റോക്ക് ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ്. മലയല്ല, ഒരു പാറയുടെ മുകളിലേക്കാണ് നമ്മളിനി കയറാനായിട്ട് പോകുന്നത്. ഇത് കുത്തനെ ഉള്ള ഒരു പാറയാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ ഇതിന് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും. ജോനു വാ, മേലെ പോ, വാ കേറി വാ. നമുക്ക് അങ്ങ് പോകണം. ഇത് അങ്ങ് നടന്നു പോകണം. പപ്പ എടുക്കും. നടന്നു പോകണം. അപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏകദേശം നമ്മൾ ഹൈദരാബാദിൽ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോംഗീർ ഫോർട്ട്. അപ്പോൾ ഏകദേശം ആ ഒരു പാറയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇതുപോലൊരു കുത്തനെയുള്ളൊരു കയറ്റവും പിന്നെ ഇവിടെ പിന്നെ കുറച്ചുകൂടി എളുപ്പം കേട്ടോ നടക്കാൻ. ഈ ഒരു കൈവരി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതേ പിടിച്ച് നമുക്ക് നടക്കാം. പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ ഒരു വ്യൂ ആണ്. മമ്മിക്കത് മിസ് ചെയ്തു. മമ്മി പകുതി വരെ കയറിയിട്ട് മമ്മി തിരിച്ചു പോവുകയാണ്. മമ്മിക്കൊരു പേടിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയാണ്. ഇതാ നോക്ക്. യെസ് കമ്മിങ്. ആ അടിപൊളി കേട്ടോ. മമ്മി അങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ എവിടെ വരെ വന്നാൽ മതിയായിരുന്നല്ലോ, കുറച്ചുകൂടെ വന്നാൽ മതിയായിരുന്നു. മമ്മി അങ്ങ് പോയി. വാ, ഇതാണ് ഇവിടുത്തെ സീന്. അടിപൊളിയാണ് കേട്ടോ. ഇതോ അടിപൊളി സീനറിയാണ്. ഈ വൈകുന്നേര സമയത്ത് വന്നിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഹലോ, ഇവിടെ എലിഫന്റ്. ഇവിടെയാണ് മുനിയറ. മുനിമാരൊക്കെ ഇതിലാണ് തപസ് ചെയ്യുന്നത്. ഇവിടെ 2 മുനിയറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇവരെ ഇങ്ങനെ റൗണ്ടായിട്ട്. ഇതാ അവിടെ നമുക്കൊരു വെള്ളക്കെട്ട് കാണാൻ പറ്റും കേട്ടോ അടുത്തോട്ട് ചെല്ലുമ്പോൾ.
ചെപ്പാറയുടെ മുകളിൽ ചെപ്പാറ ഹിൽസിൽ മമ്മിയുടെ കൂടെ ഒരു വീട്. മമ്മിക്ക് പിന്നെ ഏത് കുന്നൊക്കെ ചാടി കയറാനങ്ങ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പം ഇവിടെ വന്നൊന്നും പോകുന്നില്ല. അവിടെ കുറച്ച് കടമണ്ടെ മലകൾ കയറി മമ്മി അവിടെ ഗോൽക്കൊണ്ട ഫോർട്ട് കയറി ഇപ്പം ചെപ്പാറ ഹിൽസിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങേ അറ്റത്തോട്ട് പോവാണേ. മമ്മി പോവാണ് താഴെ. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുവാണ്. ക്ഷീണിച്ചോ? നല്ല സ്ട്രോങ് ജില്ലിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എത്ര പറയും, എത്ര മരവും, എത്ര കാടും കുന്നും നമ്മൾ കയറും. ഇല്ല ജന എനിക്ക് പപ്പ ഉമ്മ ഉമ്മ കൊടുക്ക ജന ഉമ്മ പപ്പയ്ക്ക് ഉമ്മ കൊടുക്കത്തില്ല. ഇങ്ങോട്ട് മാറി നടന്നേ, അറ്റത്തൊന്നും ഇങ്ങോട്ട് മാറി നടക്ക്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ച് ഞങ്ങൾ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാലി ആൻറ്റിയുടെ മോളുടെ വീട്ടിലാണ്. കിടക്കുന്ന ആളായി ജോനത്തൻ ജോനു. അച്ചാച്ചന്റെ പേരെന്തുവാ? ജോജി. ജുവൽ അല്ലേ? ജുവൽ. ഇതാരാ? സേറ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. തൃശ്ശൂരിലെ സ്റ്റേ കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സാലിമാമ, കസിൻ സിസ്റ്റർ, ഇത് മോള്, ചച്ചാച്ചൻ, മമ്മി. അങ്ങനെ നമ്മൾ വീടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. വണ്ടി ഒന്നുണ്ട് അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് പോകാൻ. ഇപ്പം മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇതാണ് ഇവിടുത്തെ വീട്. വലിയൊരു കൊട്ടാരമാണ് തൃശ്ശൂരിലെ. ഓക്കെ.